ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 562. സൂറത്തുർ റഅദ് ആയത്തുകൾ 21 മുതൽ 31 വരെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين يصلون ما أمر الله به أن يوصل ويخشون ربهم ويخافون سوء الحساب والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب سلام عليكم بما صبرتم فنعم عقبى الدار والذين ينقضون عهد الله من بعد ميثاقه ويقطعون ما أمر الله به أن يوصل ويفسدون في الأرض أولئك لهم اللعنة ولهم سوء الدار الله يبسط الرزق لمن يشاء ويقدر وفرحوا بالحياة الدنيا وما الحياة الدنيا في الآخرة إلا متاع ويقول الذين كفروا لولا أنزل عليه آية من ربه قل إن الله يضل من يشاء ويهدي إليه من أناب الذين آمنوا وتطمئن قلوبهم بذكر الله ألا بذكر الله تطمئن القلوب الذين آمنوا وعملوا الصالحات طوبى لهم وحسن مآب كذلك أرسلناك في أمة قد خلت من قبلها لتتلو عليهم الذي أوحينا إليك وهم يكفرون بالرحمن قل هو ربي لا إله إلا هو عليه توكلت وإليه متاب ولو أن قرآنا سيرت به الجبال أو قطعت به الأرض أو كلم به الموتى بل لله الأمر جميعا أفلم ييأس الذين آمنوا أن لو يشاء الله لهدى الناس جميعا ولا يزال الذين كفروا تصيبهم بما صنعوا قارعة أو تحل قريبا من دارهم حتى يأتي وعد الله إن الله لا يخلف الميعاد. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 563. സൂറത്തുർ റഅദ് ആയത്ത് 21, പേജ് നമ്പർ 872.
വല്ലദീന യസ്ലുന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, ചേർക്കുവാൻ അള്ളാഹു കൽപ്പിച്ചതിനെ ചേർക്കുകയും വയഖ്ശൗന റബ്ബഹും, തങ്ങളുടെ റബ്ബിനെ ഭയപ്പെടുകയും വയഖാഫൂന സൂഅൽ ഹിസാബ്, കഠിന വിചാരണയെ ഭയപ്പെടുന്നവരുമായ ബുദ്ധിമാന്മാർക്ക് ഖുർആന്റെ ഉപദേശം ഫലപ്പെടുന്നതാകുന്നു. ആയത്ത് 22, വല്ലദീന സ്വബറു ബിത്തിഗാഅ വജ്ഹി റബ്ബിഹിം, തങ്ങളുടെ റബ്ബിൻ്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് സഹനം അവലംബിച്ചവരും, ആരിൽ നിന്നെങ്കിലും വല്ല ദ്രോഹവും അനുഭവപ്പെട്ടാൽ പകരം വീട്ടാൻ കഴിവുണ്ടായിട്ട് അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിച്ച് ഒന്നും ചെയ്യാതിരിക്കുക. അതുപോലെ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ നടപ്പിൽ വരുത്തുന്നതിലുള്ള പ്രയാസങ്ങളും കഷ്ടനഷ്ടങ്ങളും അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ച് സഹിക്കുക. അതുപോലെ അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതിനുള്ള പ്രയാസങ്ങൾ സഹിക്കുക. അങ്ങനെയുള്ള സഹനശീലന്മാരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അഖാമുസ്വലാത്ത, നമസ്കാരം അവർ കൃത്യമായി അനുഷ്ഠിക്കുകയും ചെയ്തു. നാം അവർക്ക് കൊടുത്തിട്ടുള്ളതിൽ നിന്ന് രഹസ്യമായും പരസ്യമായും അവർ ചെലവഴിക്കുകയും ചെയ്തു. നല്ലതുകൊണ്ട് ചീത്തയെ അവർ തടുക്കുകയും ചെയ്യുന്നു. ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോട് നല്ല നിലയിൽ വർത്തിക്കുക, അവരെ സഹായിക്കുകയും അവരോട് നന്മ പ്രവർത്തിക്കുകയും ചെയ്യുക. വളരെ വിശാല മനസ്സുള്ളവർക്കേ അത് സാധ്യമാകൂ. ഉലൈക ലഹും ഉഖ്ബദ്ദാർ, പരലോകത്തെ നല്ല പര്യവസാനം ഉള്ളവരാണ് അവർ. സത്യവിശ്വാസികളും ബുദ്ധിമാന്മാരുമായവരുടെ 9 ഗുണങ്ങളാണ് ഇവിടെ വിശദീകരിച്ചത്. 1, കരാറുകളും പ്രതിജ്ഞകളും നിറവേറ്റുക. 2, ഉടമ്പടികളും കരാറുകളും ലംഘിക്കാതിരിക്കുക. 3, ബന്ധങ്ങൾ പുലർത്തുക. 4, ദൈവഭയം നിലനിർത്തുക. 5, വിചാരണ നേരിടുമെന്ന ഭയം ഉൾക്കൊള്ളുക. 6, ക്ഷമയവലംബിക്കുക. 7, നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുക. 8, ദാനധർമ്മങ്ങൾ ചെയ്യുക. 9, തിന്മയെ നന്മ കൊണ്ട് തടയുക. അവർക്കാണ് പരലോക വിജയം. പേജ് നമ്പർ 873, ആയത്ത് 23, ജന്നാതു അദ്നിൻ, സ്ഥിരവാസത്തിൻ്റെ സ്വർഗത്തോപ്പുകൾ. യദ്ഖൂലൂനഹാ വമൻ സ്വലഹ മിൻ ആബാഇഹിം വഅസ്വാജിഹിം വദുർരിയാതിഹിം, അവരും അവരുടെ പിതാക്കളിൽ നിന്നും അവരുടെ ഇണകളിൽ നിന്നും അവരുടെ സന്താനങ്ങളിൽ നിന്നും നല്ലവരായിട്ടുള്ളവരും അതിൽ പ്രവേശിക്കും. വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബ്, എല്ലാ വാതിലുകളിൽ കൂടിയും മലക്കുകൾ അവരുടെ അടുക്കൽ കടന്നു ചെല്ലുന്നതാകുന്നു. ആയത്ത് 24, സലാമുൻ അലൈക്കും ബിമാ സബർത്തും, നിങ്ങൾ സഹനം അവലംബിച്ചതിൻ്റെ ഫലമായി നിങ്ങൾക്ക് ശാന്തി എന്ന് മലക്കുകൾ സ്വർഗത്തിൽ വെച്ച് സത്യവിശ്വാസികളോടും അവരുടെ ബന്ധുക്കളോടും പറയും. സഹനം അവലംബിച്ചതിൻ്റെ ഫലമായി എന്ന് മാത്രം പറഞ്ഞു മതിയാക്കുവാൻ കാരണം തൗഹീദ് മുറുകെ പിടിക്കുന്നതിനും ശിർക്ക് വർജിക്കുന്നതിനും പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിനും പാപകർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നതിനും സഹനം കൂടാതെ കഴിയുകയില്ല എന്നതാണ്. ഫനിഅമ ഉഖ്ബദ്ദാർ, അതിനാൽ പരലോകത്തിലെ നല്ല പര്യവസാനം എത്ര വിശിഷ്ടം. ആയത്ത് 25, വല്ലദീന യൻഖുദൂന അഹദല്ലാഹി മിൻ ബഅദി മീസാഖിഹി, അല്ലാഹുവുമായുള്ള കരാറിനെ അത് ഉറപ്പിച്ചതിനു ശേഷം ലംഘിക്കുന്നവരാരോ അവർ. വയഖ്തഊന മാ അമറല്ലാഹു ബിഹി അൻ യൂസല, അല്ലാഹു ചേർക്കുവാൻ പറഞ്ഞതിനെ മുറിക്കുകയും ചെയ്യുന്നവർ. വയുഫ്സിദൂന ഫിൽ അർദി, ഭൂമിയിൽ അവർ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യും. ഉലൈക ലഹുമുൽ ലഅനതു, അവർക്കാകുന്നു ശാപം. വലഹും സൂഉദ്ദാർ, പരലോകത്തിലെ തിന്മയും അവർക്ക് തന്നെയാകുന്നു. ആയത്ത് 26, അല്ലാഹു യബ്സുത്തുർ റിസ്ഖ ലിമൻ യശാഉ വയഖ്ദിർ, അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവർക്ക് ഉപജീവനം വിശാലമാക്കി കൊടുക്കും, അവൻ പരിമിതപ്പെടുത്തുകയും ചെയ്യും. ഇഹലോക ജീവിതം കൊണ്ട് അവർ സന്തോഷം കൊള്ളുകയും ചെയ്യുന്നു. വമൽ ഹയാത്തുദ് ദുനിയ ഫിൽ ആഖിറതി ഇല്ലാ മതാഅ്, ഇഹലോക ജീവിതം പരലോകത്തെ അപേക്ഷിച്ച് കേവലം നിസ്സാര സുഖാനുഭവം മാത്രമാകുന്നു. പേജ് 874, ഭൗതിക ജീവിതത്തിനപ്പുറം ഒരു കാര്യത്തെപ്പറ്റിയും കാര്യമായി ചിന്തിക്കാത്തവരാണിവർ. തങ്ങളുടെ ജോലി, കച്ചവടം, കൃഷി, വ്യവസായം, മക്കളുടെ കാര്യങ്ങൾ, സാഹിത്യം, രാഷ്ട്രീയം, കലാശാസ്ത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലാവും അധിക പേരും ജീവിതത്തിൻ്റെ ലക്ഷ്യത്തെപ്പറ്റി ചിന്തിക്കാനോ അതിനനുസരിച്ച് ജീവിതത്തെ മാറ്റാനോ ഇവർ തയ്യാറല്ല. ഭൗതിക ജീവിതം മാത്രമേ ഉള്ളുവെങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ വ്യത്യാസമില്ലെന്ന് വരും. ഇത്രയും കഴിവുകളുള്ള മനുഷ്യന് മൃഗങ്ങളെപ്പോലെ തന്നെ ഇവിടെ ജീവിച്ചാൽ മതിയോ എന്ന് പോലും ചിന്തിക്കുന്നില്ല. പരലോകമാണ് യഥാർത്ഥ ലോകമെന്ന് അവർ അറിയുന്നില്ല. ഇഹലോക ജീവിതം ക്ഷണികമാണ്. ഇഹലോക ജീവിതം ഈ ലോക ജീവിതം സുഖത്തിലും സൗകര്യത്തിലുമോ അകലോ നേരെ മറിച്ചാകലോ ഒന്നും യഥാർത്ഥത്തിൽ ഒരു വലിയ കാര്യമല്ല. പരലോകത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇത് വളരെ നിസ്സാരമാണ്. സ്വഹീഹായ ഹദീസിൽ ഇപ്രകാരം വന്നിരിക്കുന്നു: ദുനിയാവിൽ അങ്ങേയറ്റത്തെ സുഖം അനുഭവിച്ച നരകാവകാശിയായ ആളെ അന്ത്യനാളിൽ ഹാജരാക്കി നരകത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ട്
മുമ്പ് വല്ല സുഖവും നീ അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അവനോട് ചോദിക്കും. യാതൊരു സുഖവും ഒരു കാലത്തും ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തുകൊണ്ട് അവൻ പറയും. ദുനിയാവിൽ അങ്ങേയറ്റത്തെ കഷ്ടത അനുഭവിച്ച് സ്വർഗാവകാശിയായ ആളെ ഹാജരാക്കി സ്വർഗത്തിൽ ഒന്ന് മുക്കിയെടുത്തിട്ട് നീ വല്ല ദുരിതവും മുമ്പ് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് അവനോട് ചോദിക്കും. യാതൊരു ദുരിതവും മുമ്പ് ഞാൻ അനുഭവിച്ചിട്ടില്ല എന്ന് അവൻ അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്തു പറയും. മുസ്ലിം 72:66. പരലോകത്ത് ചെല്ലുമ്പോൾ ഇഹലോകത്തെ സുഖം ഒരു സുഖമേയല്ല, ദുഃഖം ഒരു ദുഃഖമേയല്ല എന്ന് മനുഷ്യന് ബോധ്യപ്പെടും. ഇഹലോകം മുഅ്മിന് ജയിലും കാഫിറിന് സ്വർഗവുമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഉമർ മൗലവിയുടെ റഹിമഹുല്ലാ തർജുമാനുൽ ഖുർആൻ ഓഡിയോ നമ്പർ 564, സൂറത്തുർ റഅദ് ആയത്ത് 27, പേജ് നമ്പർ 874. വയഖൂലുല്ലദീന കഫറൂ ലൗലാ ഉൻസില അലൈഹി ആയത്തും മിർ റബ്ബിഹി, അദ്ദേഹത്തിന് തൻ്റെ രക്ഷിതാവിൽ നിന്ന് വല്ല ദൃഷ്ടാന്തവും അവതരിപ്പിക്കപ്പെടാത്തതെന്ത് എന്ന് നിഷേധികളായിട്ടുള്ളവർ പറയും. ഖുൽ ഇന്നല്ലാഹ യുദ്ദില്ലു മൻ യശാഉ വയഹ്ദീ ഇലൈഹി മൻ അനാബ്, പറയുക, നിശ്ചയമായും അള്ളാഹു അവനുദ്ദേശിക്കുന്നവരെ വഴിപിഴപ്പിക്കുകയും അവൻ്റെ അടുക്കലേക്ക് മടങ്ങിയവരെ അവങ്കിലേക്കുള്ള വഴിയിൽ ചേർക്കുകയും ചെയ്യുന്നു. അവനുദ്ദേശിക്കുന്നവരെ പിഴപ്പിക്കുമെന്ന് വെച്ചാൽ ന്യായമായ കാരണം കൂടാതെ മനഃപൂർവ്വം ചിലരെ നരകത്തിൻ്റെ വഴിയിലേക്ക് പിടിച്ചു തള്ളുമെന്നല്ല. ഉപദേശം നൽകിയാൽ ശ്രദ്ധിച്ചു കേൾക്കുകയും കാര്യം ശരിക്കും മനസ്സിലാകുന്നത് സമ്മതിക്കുകയും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകുകയും ചെയ്യുന്നവരെ അള്ളാഹു നിർവഴിയിലാക്കുമെന്നും നേരെ മറിച്ച് ഉപദേശം കേൾക്കാൻ തന്നെ തയ്യാറാകാതെ പുച്ഛിച്ചു തള്ളുന്നവരെ കൈവെടിയുകയും ചെയ്യുമെന്നും ഖുർആനിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ അള്ളാഹുവിൻ്റെ ഉദ്ദേശ്യമെന്ന് പറഞ്ഞത്. ദൃഷ്ടാന്തങ്ങൾ കാണണമെന്ന് ആവശ്യപ്പെടുന്നവർ വെറുതെ അക്രമം പറയുകയാണ്. പൈശാചികമായ അത്തരം ദുർവാശികാര്യമായി എടുത്തിട്ട് അത് നിർവഹിച്ചു കൊടുക്കൽ പ്രത്യേകം താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കുമല്ലോ. അങ്ങനെയൊരു താല്പര്യം ഇവിടെ ഇല്ല. സത്യം ശരിക്കും ഇവിടെ തെളിയിച്ചിട്ടുണ്ട്. വേണമെങ്കിൽ വിശ്വസിച്ചു കൊള്ളുക എന്നുള്ളതാണ് ഇവിടുത്തെ നിലപാട്. ആയത്ത് 28. അല്ലദീന ആമനു വതത്മഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹി, വിശ്വസിക്കുകയും അള്ളാഹുവിനെ ഓർമ്മിച്ചിട്ട് അവരുടെ ഹൃദയങ്ങൾ ശാന്തമായി തീരുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരെ അള്ളാഹു നേർവഴിയിലേക്ക് നയിക്കുന്നതാകുന്നു. ആയത്ത് പേജ് 875. അല ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ, ശ്രദ്ധിക്കുക, അള്ളാഹുവിനെ ഓർമ്മിക്കുന്നത് കൊണ്ടാണ് ഹൃദയങ്ങൾ ശാന്തമാകുക. ഇതിന് ധാരാളം അനുഭവങ്ങൾ പറയാനുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തീയിലെറിയപ്പെട്ടപ്പോൾ ആ ഹൃദയത്തിൻ്റെ നില എന്തായിരിക്കുമെന്ന് ആലോചിക്കുക. മലക്ക് വന്നിട്ട് എന്താണ് ആവശ്യമെന്ന് ചോദിച്ചു. താങ്കളോട് ഒരാവശ്യവുമില്ല, അള്ളാഹു ഉദ്ദേശിക്കുന്നത് നടക്കട്ടെ, എന്തായാലും സമ്മതം, പൊരുത്തം, സന്തോഷം. മകനെ അറുക്കുവാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയോട് അള്ളാഹു കൽപ്പിച്ചപ്പോൾ യാതൊരു അങ്കലാപ്പുമില്ലാതെ അത് ചെയ്യാൻ തയ്യാറായ ഹൃദയത്തിൻ്റെ ശാന്തത അത്ഭുതകരം തന്നെ. ആ നിലയിൽ അറുക്കപ്പെട്ട് മരിക്കാൻ തയ്യാറായ മകൻ്റെ ഹൃദയം ശാന്തമായതും അള്ളാഹുവിനെ ഓർമ്മിച്ചു കൊണ്ട് തന്നെയാകുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂട്ടുകാരനോടൊപ്പം സൗർ മലയിൽ ഗുഹയിൽ ഒളിച്ചിരുന്നപ്പോൾ ശത്രുക്കൾ ഗുഹാമുഖത്തെത്തി. ഉള്ളിലേക്ക് നോക്കിയാൽ ആളെ കാണും. ആ സമയത്ത് കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഭയം പ്രകടിപ്പിച്ചപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നമ്മൾ 2 പേരല്ല, മൂന്നാമതൊരുവൻ ഉണ്ട്. അള്ളാഹു, ആ സ്ഥിതിക്ക് നിങ്ങൾ എന്ത് വിചാരിക്കുന്നു? ഈ മനസ്സമാധാനം ലഭിച്ചത് അള്ളാഹുവിനെ ഓർമ്മിച്ചത് കൊണ്ടാണല്ലോ. ഫിർഔന്റെ മുമ്പിലേക്ക് ചെല്ലുവാൻ മൂസാ നബി അലൈഹിസ്സലാം ധൈര്യപ്പെട്ടത് അള്ളാഹുവിനെ ഓർമ്മിച്ചിട്ടാണ്. മൂസാ നബി അലൈഹിസ്സലാം ബനൂ ഇസ്രായേലിനെ കൂട്ടിക്കൊണ്ട് കടലിലേക്ക് ഇറങ്ങിയതും അപ്രകാരം തന്നെ. വിശ്വാസികൾ അതിഗുരുതരമായ പരീക്ഷണങ്ങളെ നേരിട്ടത് അള്ളാഹുവിനെ ഓർമ്മിച്ചുകൊണ്ട് മാത്രമുണ്ടായ മനസ്സമാധാനത്തോടെയാണ്. ഇവിടുത്തെ ജീവിതത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വരും. അപ്പോഴെല്ലാം അള്ളാഹുവിനെ ഓർക്കുകയും അവനാണിതെല്ലാം നിയന്ത്രിക്കുന്നത്, അവങ്കലേക്കാണ് മടക്കം എന്ന അടിയുറച്ച വിശ്വാസമുണ്ടാകുമ്പോഴാണ് മനസ്സ് സമാധാനപ്പെടുക. എല്ലാം അവൻ നിശ്ചയിച്ചതാണ്, നന്മയും തിന്മയും എല്ലാം അവനിൽ നിന്നാകുന്നു എന്ന വിശ്വാസം മനസ്സിന് സ്ഥൈര്യവും ആശ്വാസവും നൽകും. പ്രശ്നങ്ങളെ നേരിടാൻ കഴിയാതെ അക്രമം, കൊല, ആത്മഹത്യ വരെ ചെയ്യുന്നവരുണ്ട്. ലോകം മുഴുവൻ എതിരായാലും പിടിച്ചു നിൽക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയുന്നത് അള്ളാഹുവിലുള്ള വിശ്വാസം കൊണ്ടാണ്. പ്രതിസന്ധികളിൽ കാലിടറാതെ നിൽക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടാണ്. ജീവിതത്തിലെ ഏത് തരം പരീക്ഷണ ഘട്ടങ്ങളിലും സത്യവിശ്വാസി അചഞ്ചലനായി നിലകൊള്ളും. പലരും തെറ്റിദ്ധരിച്ചാലും എല്ലാം അറിയുന്ന അള്ളാഹു എൻ്റെ കൂടെയുണ്ടല്ലോ എന്നത് ചെറിയ ആശ്വാസമല്ല നൽകുക. ആയത്ത് 29. അല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവർ, തൂബാലഹും വഹുസ്നു മആബ്, അവർക്കാണ് മംഗളം, നല്ല മടക്കവും. ആയത്ത് 30. കദാലിക അർസൽനാക ഫീ ഉമ്മത്തിൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹാ ഉമമുൻ,
അപ്രകാരം നിന്നെ ഒരു സമുദായത്തിൽ നാം അയച്ചിരിക്കുന്നു. ഇതിനു മുമ്പ് കുറെ സമുദായങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. താങ്കളെ നിയോഗിച്ചത് ഒരു പുതിയ സംഭവമല്ല, ലോകാരംഭം മുതൽ തുടരെ നടന്നു വരുന്ന ഒരു നടപടിക്രമമാണ്. ആ ശൃംഖലയിൽ അവസാനത്തെ കണ്ണിയാണ് താങ്കൾ. ആളുകൾക്ക് ഇതിലൊരു അത്ഭുതം വിചാരിക്കാനില്ല. നിനക്ക് നാം വഹ്യ് നൽകുന്നത് അവർക്ക് ഓതിക്കേൾപ്പിക്കുവാൻ വേണ്ടിയാണ്. പ്രവാചകന്മാരുടെ ഉത്തരവാദിത്തം വളരെ അഥവാ ഔദ്യോഗിക ചുമതല അള്ളാഹുവിങ്കിൽ നിന്ന് ലഭിക്കുന്ന വഹ്യ് ജനങ്ങളെ ഓതിക്കേൾപ്പിച്ച് വിവരിച്ചു കൊടുക്കലാണ്. വഹയിന്റെ വചനങ്ങൾ അള്ളാഹു പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നത് പോലെ അതിൻ്റെ വിശദീകരണവും അള്ളാഹു തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പഠിപ്പിക്കുന്നു. ഖിയാമ 19. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശദീകരണങ്ങൾ സ്വീകരിച്ച് നടപ്പിലൊരുത്തുകയാണ് വിശ്വാസികൾ ചെയ്യേണ്ടത്. അതൊന്നും നോക്കേണ്ടതില്ല, നമുക്ക് തന്നെ വിശദീകരിക്കാൻ അധികാരമുണ്ട് എന്ന് പറയുന്ന അഹ്ലുൽ ഖുർആൻ സംഘം യഥാർത്ഥത്തിൽ പ്രവാചകനെ നിഷേധിച്ചവരാകുന്നു. ഇസ്ലാമിൽ അവർക്ക് യാതൊരു സ്ഥാനവുമില്ല. വഹും യക്ഫുറൂന ബിർറഹ്മാനി, മഹാകാരുണികനെ അവർ നിഷേധിക്കുന്നു. അള്ളാഹു അതിവിശാലമായ കാരുണ്യമുള്ളവനാണെന്ന് അവർ സമ്മതിക്കുന്നില്ല. വിശേഷിച്ച് ജനങ്ങൾക്ക് നേർവഴി കാണിച്ചു കൊടുക്കുവാനായി പ്രവാചകനെ അയക്കുകയും വേദം അവതരിപ്പിക്കുകയും ചെയ്യത്തക്കവണ്ണം കാരുണ്യമുള്ളവനാണെന്ന വസ്തുത അവർ നിഷേധിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ച് റഹ്മാൻ എന്ന് പറയുന്നതിനെയും അവർ നിഷേധിച്ചിരുന്നതായി ചില രേഖകളിൽ കാണുന്നു. ഹുദൈബിയ സന്ധിയുടെ സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതാൻ പറഞ്ഞു കൊടുത്തപ്പോൾ ഖുറൈശി പ്രതിനിധി സുഹൈൽ ബിൻ അംർ റഹ്മാനെ ഞങ്ങൾ സമ്മതിക്കുകയില്ലെന്ന് പറയുകയും അവരുടെ പാരമ്പര്യമനുസരിച്ച് ബിസ്മിക അല്ലാഹുമ്മ എന്നെഴുതാൻ ആവശ്യപ്പെടുകയും വാശി പിടിക്കുകയും ചെയ്തു. മുസ്ലിം 47:32. ദീർഘദൃക്കായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ദുർവാശിക്ക് വഴങ്ങി ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതിച്ചു. നമ്മുടെ നാട്ടിലെ ചിലർ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും അനുഗ്രഹത്തോടു കൂടി എന്നുള്ള ഷിർക്കിൻ്റെ വാചകം എഴുതാറുണ്ട്. ജനങ്ങളുടെ വിവരക്കേടിൻ്റെ ആഴം. ഖുൽ ഹുവ റബ്ബി, പറയുക അവൻ എൻ്റെ റബ്ബാകുന്നു. ലാ ഇലാഹ ഇല്ലാ ഹുവ, അവനല്ലാതെ ആരാധ്യനയില്ല. അലൈഹി തവക്കൽതു, ഞാൻ അവനിൽ ഭരമേൽപ്പിച്ചിരിക്കുന്നു. വ ഇലൈഹി മതാബ്, എൻ്റെ പശ്ചാത്തപിച്ചു മടക്കം അവങ്കിലേക്ക് തന്നെയാകുന്നു. ആയത്ത് 31. വലൗ അന്ന ഖുർആനൻ സുയ്യിറത് ബിഹിൽ ജിബാലു, നിശ്ചയമായും ഒരു വേദപാരായണം അതുമൂലം പർവ്വതങ്ങൾ നടത്തപ്പെടുകയായിരുന്നെങ്കിൽ, ബിഹിൽ അർദു, അല്ലെങ്കിൽ അതുമൂലം ഭൂമി കഷ്ണമാക്കപ്പെടുകയായിരുന്നെങ്കിൽ, ബിഹിൽ മൗത, അതുമല്ലെങ്കിൽ അതുമൂലം മരിച്ചവരോട് സംസാരിക്കപ്പെടുകയായിരുന്നുവെങ്കിൽ, അതിനേറ്റവും തരപ്പെട്ട ഗ്രന്ഥം ഇത് തന്നെയാകുന്നു. ഖുർആൻ ഓതിക്കൊടുക്കുകയും അത് വിശദീകരിച്ചു കൊടുക്കുകയും ചെയ്തിട്ട് ഈ ജനങ്ങളിൽ ഒരു മാറ്റവും കാണുന്നില്ലല്ലോ, എന്താണ് ഇതിൻ്റെ കാരണമെന്ന് ചിന്തിക്കുന്നവരുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അവരെ അള്ളാഹു ഉണർത്തുകയാണ്. ഓതിക്കൊടുക്കുന്നത് കൊണ്ട് മനുഷ്യൻ്റെ മനസ്സിനെ മാറ്റാൻ ആഗ്രഹിക്കേണ്ട, അത് നടപ്പില്ല. കേട്ടിട്ട് മനസ്സിലാക്കാനും ശരിയായിട്ടുള്ള ഉൾക്കൊള്ളുവാനും തയ്യാറുള്ളവർക്ക് മാത്രമേ ഫലമുണ്ടാകുകയുള്ളൂ. നേരെ മറിച്ച് വേദപാരായണം മൂലം ഉറച്ചു കിടക്കുന്ന പർവ്വതങ്ങളെ ചലിപ്പിക്കുകയോ അല്ലെങ്കിൽ ഭൂമിയെ കഷ്ണമാക്കുകയോ അല്ലെങ്കിൽ മരിച്ചവരോട് സംസാരിക്കുകയോ ചെയ്യാമെന്ന് വരികയാണെങ്കിൽ അതിന് പറ്റിയ ഗ്രന്ഥം ഈ ഖുർആൻ തന്നെയാണ്. പേജ് 877. ഈ ഖുർആൻ ഒരു പർവ്വതത്തിൻ്റെ മേൽ അവതരിപ്പിച്ചിരുന്നുവെങ്കിൽ ആ പർവ്വതം വിനയവും ഭയവും നിമിത്തം ഇടിഞ്ഞ് തകർന്നു പോകുന്നത് നിനക്ക് കാണാൻ കഴിയുമായിരുന്നു എന്ന് സൂറത്തുൽ ഹശ്റിൽ പറയുന്നുണ്ട്. അപ്പോൾ ഖുർആന്റെ പ്രതിഫലനം അത്ര ശക്തിയേറിയതാണ്. അതുപോലെ വേറെ ഒരു ഗ്രന്ഥമില്ല. പക്ഷേ അങ്ങനെയൊന്നും ചെയ്യാൻ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. സൗമ്യമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അടിച്ചേൽപ്പിക്കലില്ല. ബല്ലില്ലാഹിൽ അംറു ജമീഅ, എന്നാൽ കാര്യം മുഴുവൻ അള്ളാഹുവിനാകുന്നു. അവൻ ഉദ്ദേശിക്കുന്നത് നടക്കും, ഉദ്ദേശിക്കാത്തതൊന്നും നടക്കുകയില്ല. ലളിതമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ട് താല്പര്യമുള്ളവർ വിശ്വസിച്ചു കൊള്ളട്ടെ എന്നാണ് അള്ളാഹു തീരുമാനിച്ചിട്ടുള്ളത്. അഫലം യയ്അസില്ലദീന ആമനു അല്ലൗ യശാഉല്ലാഹു ലഹദൻ നാസ ജമീഅ, അള്ളാഹു ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ മനുഷ്യരെ എല്ലാവരെയും അവൻ നേർവഴിയിലാക്കുമായിരുന്നു എന്ന് വിശ്വാസികളായിട്ടുള്ളവർ മനസ്സിലാക്കിയിട്ടില്ലേ? അങ്ങനെ അള്ളാഹു ഉദ്ദേശിച്ചിട്ടില്ല. ആവശ്യക്കാർക്ക് കൊടുക്കുവാനേ ഉദ്ദേശിച്ചിട്ടുള്ളൂ. നിഷേധികളും ധിക്കാരികളുമായുള്ളവർക്ക് എങ്ങനെ കൊടുക്കും? അങ്ങനെ കൊടുത്താൽ ഇതിന് യാതൊരു വിലയുമില്ലാതാകുമല്ലോ. നിഷേധികളായിട്ടുള്ളവരാരോ അവർ പ്രവർത്തിച്ചത് കാരണത്താൽ അത്യാപത്ത് നേരിടുകയോ അല്ലെങ്കിൽ അവരുടെ ഭവനങ്ങൾക്കടുത്തായി അത് സംഭവിക്കുകയോ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഏതായാലും ഈ അവസ്ഥയിൽ നിന്ന് അവർക്ക് മോചനമില്ല. അള്ളാഹുവിൻ്റെ വാഗ്ദത്തം നടപ്പിൽ വരുത്തുന്നത് വരെ നാടക പ്രവാചകനും അനുയായികൾക്കും
അള്ളാഹു സ്വാധീനമാക്കി കൊടുക്കുമെന്ന് വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. അതിന് ചില നിബന്ധനകൾ അറിയിച്ചിട്ടുണ്ട്. അതനുസരിച്ച് വാഗ്ദത്തം അള്ളാഹു ശരിക്ക് നിറവേറ്റി. വിശ്വാസികൾ അവരുടെ ബാധ്യത നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയപ്പോൾ അള്ളാഹു അവരെ ശിക്ഷിക്കുകയും നിലപാട് മാറ്റുകയും ചെയ്തു. ഇന്നല്ലാഹ ലാ യുഖ്ലിഫുൽ മിആദ്. നിശ്ചയമായും അള്ളാഹു ഒരിക്കലും വാഗ്ദത്തം ലംഘിക്കുകയില്ല. അവൻ്റെ തീരുമാനം ശരിക്ക് നടപ്പിൽ വരുത്തും.